जयो गोपीजनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदानन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनातीरावनचारी जयो राधा माधवा जयो कुञ्ज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नीलाचलनिवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. നമ്മളെ 18-ാം അധ്യായത്തിലെ 54-ാമത്തെ ശ്ലോകം, അതിലെ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് പാരഗ്രാഫ് ഭാവാർത്ഥത്തിന്റെ. ഇനിയും സെക്കൻഡ് പാരഗ്രാഫാണ്. അതായത് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ഇവിടെ പരിപൂർണത എന്താണ് എന്നാണ് ഭഗവാൻ പറഞ്ഞ് ഈ ശ്ലോകത്തില് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീത ഇവിടെ ഏകദേശം കഴിയാറായി. ഭഗവാന്റെ ഉപദേശങ്ങള് ഇവിടെ പരിപൂർണത എന്താണ് എന്ന് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ബ്രഹ്മഭൂത പ്രസന്നാത്മ, ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാല്, ബ്രഹ്മഭൂതം എന്ന് പറഞ്ഞാല് പരബ്രഹ്മ സാക്ഷാത്കാരം. ആ അവസ്ഥയിൽ എത്തിയ ഒരാൾക്ക് എന്താണ് സംഭവിക്കുക? എല്ലാവരോടും സമചിത്തതയോടെ പെരുമാറാന് സാധിക്കുന്നു. ആനന്ദം അനുഭവപ്പെട്ടു തുടങ്ങും. ക്ലേശങ്ങളിൽ നിന്ന്, അതായത് ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും അങ്ങനെയുള്ള വ്യക്തിയെ ബാധിക്കില്ല. എല്ലാവരെയും സമഭാവനയോടെ നോക്കിക്കാണാന് സാധിക്കുന്നു.
അപ്പം ഈ ഭൗതിക ലോകത്തിലെ വേദനാജനകമായിട്ടുള്ള ആ ക്ലേശങ്ങളെ മറികടക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട്. അതായത് ന ശോചതി ന കാംക്ഷതി, ഒന്നിനെ കുറിച്ചും വേവലാതി ഉണ്ടാവില്ല, ഒന്നിനെ കുറിച്ചും ദുഃഖിക്കുകയുമില്ല. അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും ഇങ്ങനെയുള്ള വ്യക്തിയുടെ ഉള്ളില് ഉണ്ടായിരിക്കില്ല. അപ്പൊ എല്ലാവരെയും ഒരേ തലത്തിൽ കാണാന് ഈ തലത്തിലെത്തിയ ഒരാൾക്ക് സാധിക്കുന്നു. അപ്പം ഈ തലം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സാക്ഷാത്കാര തലമല്ല. ഈ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനത്തിനാണ് പ്രാധാന്യം. ജ്ഞാനികളാണ് ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവര്. പക്ഷെ ഭഗവാനെ കിട്ടണമെങ്കിൽ ജ്ഞാനം കൊണ്ട് മാത്രം സാധിക്കില്ല. ജ്ഞാനം വേണം, പക്ഷെ ഭക്തിമിശ്ര ജ്ഞാനം വേണം. ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം കൂടുതൽ വേണ്ടത്. പക്ഷെ ഒരു ജ്ഞാനി ജ്ഞാനം നേടാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്ന് പറയുന്നത് എന്തിനാണ്? ജ്ഞാനത്തിനുള്ള ഒരു ഉപാധി, അല്ലെങ്കിൽ ഹൃദയം ശുദ്ധമാകാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ജ്ഞാനികള് ഭക്തിയെ കാണുന്നത്. അപ്പൊ നമ്മള് നേരത്തെ മുതൽ നമ്മൾ കേട്ടു തുടങ്ങിയതാണ്, നമ്മൾ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റണം. പിന്നെ അതിന് നിഷ്കാമ കർമ്മയോഗം എന്ന് പറയും. നിഷ്കാമ കർമ്മയോഗത്തിൽ നമുക്ക് വിരക്തി കൈവരിക്കാൻ സാധിക്കും. അവിടെ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പം ഈ ജ്ഞാനാവസ്ഥയിൽ, അതായത് ജ്ഞാന മാർഗത്തിൽ കൂടി പോയി ഉന്നത തലത്തിലെത്തിയ ഒരു ജ്ഞാനി പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ റിയലൈസേഷനായിട്ട് ശ്രമിക്കണം, ഭഗവത് സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശുദ്ധഭക്തി കിട്ടുമെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനികളെ ഭക്തി പരിശീലിക്കും, പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൃദയവിശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊക്കെ ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. നമ്മളെ സേവനത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. പക്ഷെ ജ്ഞാനികള് ഈ ഹൃദയം ശുദ്ധമാകാന്, ജ്ഞാനികളായാലും കർമ്മികളായാലും യോഗികളായാലും അവർക്ക് പ്രത്യേകം പരിശ്രമിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭക്തി പരിശീലിക്കുന്നത് ഹൃദയം ശുദ്ധമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കണ്ടിട്ടാണ്. അപ്പൊ അവര് പറയുന്നത് എന്താണ്? ഏറ്റവും അന്തിമ സമയത്ത് മാത്രമാണ് എന്ത് കിട്ടുന്നത്? ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നത് അങ്ങനെയല്ല. എന്താണ് ഭഗവാൻ പറയുന്നത് ഇവിടെ? ജ്ഞാനമാർഗത്തിൽ ഉന്നത തലത്തിൽ എത്തിയ ഒരാൾക്ക് എന്ത് കിട്ടും? ശുദ്ധഭക്തി കിട്ടും. അതായത് ബ്രഹ്മൻ റിയലൈസേഷനിൽ നിന്ന് പരമാത്മ സാക്ഷാത്കാരത്തിലേക്ക് വരണം. അവിടെ ഇരുന്നു കൊണ്ട് ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് ശ്രമിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഈ ഭൗതിക ജീവികൾക്ക് എന്താണ് വേണ്ടുന്നത്? അവര് ഇന്ദ്രിയ സുഖപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അവര് രാപകലില്ലാതെ അധ്വാനിച്ച് അവരുടെ ഇന്ദ്രിയ ആസ്വാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് അവര് സമയം ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഭൗതിക ലോകത്തിൽ വസിക്കുന്നവർക്ക് ദുഃഖം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകം എന്താണെന്ന് പറയുന്നത്? ദുഃഖാലയം, അശാശ്വതമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നിരപേക്ഷ ലോകത്തിൽ, അതായത് ആധ്യാത്മിക ലോകത്തിലെ ശുദ്ധ ഭക്തിയോടെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. അവിടെ എന്തു മാത്രമേ ഉള്ളൂ? ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പം കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഇവിടെയാണെങ്കിലും കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഏർപ്പെട്ട ഭക്തിയുടെ സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളിൽ നിന്ന് പുറത്തു കടക്കാന് നമുക്ക് സാധിക്കും. ഭഗവാൻ എന്ന് പറയുന്നത് പരിപൂർണനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ളത് എന്താണ്? പരിപൂർണതയുടെ തലത്തില് ഉള്ളതാണ്. അപ്പം നമ്മള് ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്കും ആ സേവനം കൊണ്ട് പരിപൂർണതയുടെ തലത്തിൽ എത്താനേ സാധിക്കും. പക്ഷെ ജ്ഞാനികൾക്ക് പരിപൂർണതയുടെ തലത്തിൽ എത്തണമെങ്കിൽ അവര് ആ ജ്ഞാനത്തിന്റെ ഉന്നത തലത്തിൽ എത്തിയാലും അവിടെ ഇരുന്നു കൊണ്ട് ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് അവര് പരിശ്രമിക്കണം. അപ്പൊ ഇവിടെ പ്രഭുപാദര് പറയുന്നുണ്ട്, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാല് ആ വ്യക്തിയുടെ ഹൃദയം എങ്ങനെയാണ്? മാലിന്യങ്ങൾ നീങ്ങിയ ഒരു പുഴ പോലെ ശുദ്ധമായി തീരുമെന്നാണ് പറയുന്നത്. കാരണം എപ്പോഴും ഭഗവത് സേവനത്തിൽ ഏർപ്പെടണം. നമ്മൾ നിരന്തരം സേവനത്തിൽ, ഏതെങ്കിലും തരത്തിലുള്ള സേവനത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹൃദയം ശുദ്ധമാകും, ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധമാകും. ഭഗവത് സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയത് കൊണ്ട് അയാൾ നഷ്ടത്തിൽ ദുഃഖിക്കുകയോ ലാഭത്തിനായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. ഓരോ ജീവസത്തെയും ഭഗവത് അംശമാകയാൽ എന്നേക്കും അവിടുത്തെ സേവകനാണെന്നറിയുന്ന അയാൾക്ക് ഭൗതിക സുഖങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല.
നമ്മളൊക്കെ ആരാണ്? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. നമ്മൾ ഭഗവാന്റെ അംശമാണ്. അപ്പൊ അംശമായ നമ്മളുടെ കടമ എന്താണ്? പൂർണ്ണനായ ഭഗവാനെ സേവിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ സേവകൻ. ജീവേര സ്വരൂപേര നിത്യേര കൃഷ്ണദാസ. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. അപ്പൊ നമ്മളുടെ കടമ എന്താണ്? ശരിക്കും ഭഗവാനെ സേവിക്കുക എന്നത് മാത്രമാണ് ഒരു ജീവാത്മാവിന്റെ കടമ. പക്ഷെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒരാളെ ശ്രേഷ്ഠനായിട്ടോ മറ്റൊരാളെ വളരെ മോശക്കാരനായിട്ടോ ഈ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി കണക്കാക്കില്ല. കാരണം എന്താണ്? ആ വ്യക്തിക്ക് അറിയാം എല്ലാവരും ഈ സൃഷ്ടിയിലുള്ള എല്ലാം തന്നെ ഭഗവാന്റെ അംശമാണ് എന്ന്. അപ്പൊ എല്ലാവരോടും ഒരേപോലെ പെരുമാറാന് ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുന്നു. അപ്പം ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്നതൊക്കെ എന്താണ്? ഈ ഭൗതിക ലോകം തന്നെ നശ്വരമാണ്, ക്ഷണികമാണ്. ഇവിടെ ഉണ്ടാകുന്ന ഓരോന്നും ദുഃഖമായാലും സുഖമായാലും ഒക്കെ ക്ഷണികമാണ് എന്ന് ഒരു ഉത്തമ ഭക്തനെ മനസ്സിലാക്കാന് സാധിക്കും. അതുകൊണ്ട് എല്ലാത്തിനെയും, സുഖമായാലും ദുഃഖമായാലും അത് എത്ര അമൂല്യമായിട്ടുള്ള നിധിയാണെങ്കിലും ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വളരെ തുച്ഛമാണ്. കാരണം എന്താണ്? ഭഗവാന്റെ സേവനത്തിനാണ്, ഭക്തിക്കാണ് ഒരു ഭക്തൻ പ്രാധാന്യം കൊടുക്കുക. അതാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തിച്ചേരുന്നതാണ് ബ്രഹ്മഭൂതാവസ്ഥ. ആ തലത്തിൽ എത്തിയ ഒരാൾക്ക് തന്റെ ചുറ്റുമുള്ള എല്ലാത്തിനെയും തന്നെ സമഭാവനയോടെ കാണാനും എല്ലാവരോടും ഒരേപോലെ പെരുമാറാനും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുത്ത് ക്ലേശ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനും അവരെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുവരാനും ഇങ്ങനെയുള്ള ഒരു ഭക്തന് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഭക്തി ശുദ്ധമാണെങ്കിൽ നമുക്ക് എളുപ്പത്തില് ഈ ബ്രഹ്മബോധാവസ്ഥയിൽ, അതായത് ഭക്തിയുടെ പരിപൂർണതയുടെ തലത്തിൽ നമുക്ക് എത്തിച്ചേരാന് സാധിക്കും. അപ്പം ഇവിടെ ബ്രഹ്മബോധാവസ്ഥ എന്ന് പറഞ്ഞാല് ഭഗവാന് ലയിച്ചു ചേരുക, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നല്ല അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിലോ അത് നരകതുല്യമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപരിലോകങ്ങളിൽ എത്തിച്ചേരാൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം അതേ സംബന്ധിച്ചിടത്തോളം ഈ ഉപരിലോകങ്ങളിൽ എത്തുക, മോക്ഷം ആഗ്രഹിക്കുക, ഇതൊക്കെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിഷപ്പല്ലെടുത്ത ഒരു പാമ്പിനെ പോലെയാണ്. വിഷപ്പല്ലെടുത്തു കഴിഞ്ഞാൽ പാമ്പിന് ശൗര്യം ഉണ്ടാകുമോ? ഇല്ല. ആ പാമ്പ് കുത്തിയാലും വിഷമേൽക്കുമോ? ഇല്ല. അതുപോലെയാണ് ആ പരിപൂർണതയുടെ തലത്തിലെത്തിയ ഒരു ഭക്തനെ ഈ ഭൗതിക ലോകത്തിലുള്ള സുഖവും ദുഃഖവും അല്ല, ഇവിടെ എന്ത് സുഖം കിട്ടിയാലും അതൊക്കെ വിഷം ഇല്ലാത്ത ഒരു പാമ്പിനെ പോലെ തുച്ഛമായിട്ട് അതെല്ലാം ഒരു ഭക്തന് കണക്കാക്കുകയുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു ശ്ലോകമുണ്ട്. ആത്മാരാമശ്ച മുനയോ കുർവന്തി നിർഗ്രന്ഥി അഭി ഉരുക്രമേ കുർവന്തി അഹൈതുകീ ഭക്തി യുദ്ധം ഭൂതഗുണോ ഹരി. അതായത് ആത്മാരാമന്മാരെന്ന് പറഞ്ഞാല് അവര് മുക്താത്മാക്കളാണ്. അവരുടെ സ്വന്തം ആത്മാവിൽ രമിക്കുന്നവരാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. ആ മുക്താത്മാക്കളെ ആ സ്വന്തം ആത്മാവിൽ രമിക്കുന്നവർ പോലും എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ ഭക്തി ആഗ്രഹിക്കുന്നു. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, സനകാദികൾ അവര് പരമജ്ഞാനികളാണ്. അവരെങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് എത്തി? ഭഗവാന്റെ തൃപ്പാദത്തിൽ അർപ്പിച്ച തുളസിപ്പൂവിന്റെ ഗന്ധം അനുഭവപ്പെട്ടതോടെ അവര് പരമഭക്തരായിട്ട് മാറി. അതുപോലെ ജനക മഹാരാജാവ് ജ്ഞാനിയായിരുന്നു. പക്ഷെ സ്വന്തം മകനായ ശ്രീരാമചന്ദ്രന്റെ ദർശനം കിട്ടിയതോടെ ഭഗവാന് വ്യക്തിരൂപമുണ്ടെന്നും വ്യക്തിഗതനാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ വ്യക്തിരൂപത്തെ ആരാധിക്കാന് ജനക മഹാരാജാവ് തുടങ്ങി. അതുപോലെ നമുക്കറിയാം ശുകദേവ ഗോസ്വാമി മഹാപണ്ഡിതനായിരുന്നു, ജ്ഞാനിയായിരുന്നു. പക്ഷെ സ്വന്തം പിതാവിൽ നിന്ന് ഭാഗവതം ശ്രവിച്ചതോടെ പരമഭക്തനായിട്ട് മാറി. അതുപോലെ ശങ്കരാചാര്യര് ജ്ഞാനിയായിരുന്നു, ജ്ഞാനമാർഗത്തില് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി, അതായത് ഭഗവതി പ്രത്യക്ഷയായിരുന്നു. മായയെ സ്തുതിച്ചുകൊണ്ട് സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഗ്രന്ഥമൊക്കെ എഴുതി. പക്ഷെ അവസാനം മനസ്സിലായി ഭഗവാനാണ് ശ്രേഷ്ഠൻ. അപ്പോഴാണ് പറഞ്ഞത് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമധേ. വിഡ്ഢികളെ, നിങ്ങളെ ഇതെല്ലാം വിട്ടിട്ട് മായയെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ഭജിക്കൂ എന്ന്. അപ്പൊ ജ്ഞാനികൾക്കും പരിപൂർണത കൈവരിക്കണമെങ്കിൽ എവിടെ എത്തണം? ഭഗവാനിൽ എത്തണം. അതായത് ബ്രഹ്മസാക്ഷാത്കാരം കഴിഞ്ഞ് പരമാത്മ സാക്ഷാത്കാരം കഴിഞ്ഞ് ഭഗവത് സാക്ഷാത്കാരത്തിന്റെ തലത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ജ്ഞാനികൾക്കും ഈ ഭവസാഗരം കടക്കാന് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിലോ അവർക്ക്
ആ ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടിയാലും ആ ബ്രഹ്മ തേജസ്സിൽ ഇരുന്നു കൊണ്ട് അവിടെ ഇരിക്കുക മാത്രമല്ലാതെ വേറൊന്നുമില്ല. ആ കാലയളവ് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരും. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഭൗതികതയെ ശരിയായി മനസ്സിലാക്കിയ ഒരാൾക്ക് ആ ശുദ്ധ ഭക്തി കിട്ടും. ആ പരംഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരാൻ ആ വ്യക്തിക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ജ്ഞാനത്തിൽ കൂടി പോയാല് ഭക്തി കിട്ടുമെന്ന് അർത്ഥമില്ല. ജ്ഞാനമാർഗത്തിൽ കൂടി പോയാലേ ജ്ഞാനമേ കിട്ടുകയുള്ളൂ. അപ്പൊ അവർക്ക് ഭക്തി കിട്ടണമെങ്കിൽ അവര് ഭക്തി മാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് 56-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിനും അപ്പുറമാണ് ഭക്തിയുടെ തലം. ഒരു വ്യക്തി ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തിക്കഴിഞ്ഞാല് അവിടെ ഇരുന്നു കൊണ്ട് പരമാത്മാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പരമാത്മാ തലത്തിൽ പരിപൂർണതയിൽ എത്തിയാൽ അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭക്തിയുടെ സേവനത്തിലൂടെ മുന്നോട്ട് പോകാൻ ആ വ്യക്തി പരിശ്രമിച്ചില്ല എങ്കിൽ അധപ്പതിക്കുകയാണ് ചെയ്യുക. അപ്പൊ ജ്ഞാനം വേണം, ജ്ഞാനം വേണ്ട എന്നല്ല നമ്മള് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു. അതെന്തിനു വേണ്ടി ജപിക്കുന്നു? എന്താണ് തിരുനാമത്തിന്റെ അർത്ഥം? ഭഗവാൻ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ പരമസത്യമായിട്ട് അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായിട്ട് ഭഗവാനെ കണക്കാക്കുന്നത് എന്നൊക്കെയുള്ള അറിവ് നമുക്ക് വേണം. പക്ഷെ ജ്ഞാനം കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ശ്ലോകം. ഭക്ത്യാ മാം അഭിജാനാതി യാവാന്യച്ഛാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയാൻ കഴിയൂ. ആ ഭക്തി കൊണ്ട് തന്നെ എന്നെ കുറിച്ച് പൂർണ്ണബോധം നേടുമ്പോൾ അയാൾക്ക് ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പൊ ഭഗവാൻ ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഭക്തി മാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്തെങ്കിൽ മാത്രമേ ആരെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആ ഭക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി ഭഗവാന്റെ നമ്മളുടെ യഥാർത്ഥ സ്വരൂപസ്ഥിതി എന്തെന്ന് മനസ്സിലാക്കി നമുക്ക് ഭഗവത് ധാമത്തില് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഈ ശ്ലോകത്തിൽ കൂടി വീണ്ടും നമ്മളെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഊഹാപോഹങ്ങളിൽ കൂടിയൊന്നും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാന് സാധിക്കില്ല. അപ്പൊ അതിന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷാത്കാര തലത്തിൽ എത്തിയ ഒരാളുടെ, അതായത് നമ്മളുടെ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാന് സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ കൃപ വേണം, നമ്മളുടെ ഗുരുവിന്റെ കൃപയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഭഗവാനെയോ ഭഗവാന്റെ പൂർണ്ണാംശങ്ങളെയോ മനസ്സിലാക്കാൻ ഭക്തി ഇല്ലാത്തവർക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ അനുമാനം കൊണ്ട്, അതായത് ഊഹാപോഹങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാന് സാധിക്കില്ല. അപ്പൊ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഒരു ശുദ്ധ ഭക്തന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട്, അതായത് ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഭക്തിയുടെ സേവനത്തില് ഏർപ്പെടണം. അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കി എടുക്കാന് സാധിക്കില്ല. ഭഗവാൻ പറയുന്നുണ്ട് 7:25 നാഹം പ്രകാശ സർവസ്യ, അതായത് എന്നെ എല്ലായിടത്തും കാണാൻ സാധിക്കില്ല, യോഗികളുടെ ഹൃദയത്തിലും ഒന്നും എന്നെ കാണാൻ സാധിക്കത്തില്ല. പിന്നെ എവിടെ സാധിക്കുകയുള്ളൂ? ഭക്തന്മാരുടെ ഇടയിൽ മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ, അവരുടെ ഇടയിൽ മാത്രമേ എന്നെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്ന്. നമ്മൾ കുറെ പാണ്ഡിത്യം, കുറെ പഠിച്ച, കുറെ ഡിഗ്രി എടുത്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഭക്തിമാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാൻ വെളിപ്പെട്ട് നമുക്ക് തരികയുള്ളൂ. അപ്പൊ ശരിക്കും കൃഷ്ണാവബോധത്തിലും ഭക്തിപരമായ സേവനത്തിലും ഒഴുകിയിരിക്കുന്നവനെ കൃഷ്ണന്റെ സത്യം അറിയും. യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ ഇതിനെ സഹായിക്കില്ല. കാരണം എന്താണ്? അതൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭൗതികമായിട്ടുള്ള പ്രയോജനങ്ങൾ നേടാൻ മാത്രമേ അത് സഹായമാകുകയുള്ളൂ. അപ്പൊ നമ്മള് ഭഗവാനെ കുറിച്ച് അറിയാൻ, മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആത്മീയ തലത്തിൽ എത്തിച്ചേരണം. അപ്പൊ ഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലെ മൂന്നേ കാര്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഭക്തി, ഭക്തൻ, ഭഗവാൻ. ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ ഭക്തി മാർഗത്തില്. അപ്പൊ ഭഗവാനെ കുറിച്ച് പൂർണ്ണ ജ്ഞാനം നേടിയവരെ ഭഗവാന്റെ ധാമമായ ആത്മീയ സാമ്രാജ്യം പോകാൻ അർഹരാണ്. അതുകൊണ്ട് ബ്രഹ്മഭൂതനാകുന്നവന് തന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല
എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇരുന്നും കൊണ്ട് നമ്മൾ എന്തിനു ശ്രമിക്കണം? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഭക്തിയുടെ സേവനമുണ്ട്, ആ സേവനം നമ്മൾ ചെയ്യണം. ഭക്തിയുടെ സേവനമുള്ളപ്പോൾ ഭഗവാനും നമ്മളോടൊപ്പം ഉണ്ടാവും. ഭക്തി സാധനയുണ്ട്, ഭക്തനുമുണ്ട്. ആ ജ്ഞാനത്തിന് ശേഷം, ആ ജ്ഞാനത്തിന് മുക്തിക്ക് ശേഷവും ക്ഷയമില്ല. അതായത് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സേവനമേ ചെയ്തുള്ളൂ എന്ന് വെച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ സേവനം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് നമുക്ക് അടുത്ത ജന്മത്തിന് അത് ആ ഭക്തിയുടെ സേവന മാർഗത്തിന് അത് തുടക്കം കുറിക്കാൻ ഈ ജന്മത്തിലെ സേവനം നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഈ ജന്മം കൊണ്ട് നമുക്ക് പരിപൂർണതയുടെ തലത്തിൽ എത്തിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ശ്രീല പ്രഭുപാദര് പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ഈ ജന്മത്തിൽ എവിടെ വെച്ച് നിർത്തുന്നുവോ അടുത്ത ജന്മത്തിൽ അവിടെ നിന്ന് തുടരാനുള്ള അവസരം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നു. അപ്പൊ മുക്തി ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള ബോധത്തിൽ നിന്നുള്ള മോചനത്തെ കുറിക്കുന്നു. ആധ്യാത്മിക ജീവിതത്തിലും ഈ ഭേദമുണ്ട്, ഈ വ്യക്തിത്വമുണ്ട്. പക്ഷെ ശുദ്ധമായ കൃഷ്ണാവബോധത്തിലാണ് നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇവിടെ വിശദ എന്ന പദം എന്ന് പറഞ്ഞാല് ഭഗവാനിൽ ഉൾപോകുന്നു എന്നാണ്. വ്യക്തിശൂന്യ ബ്രഹ്മത്തോട്ടുള്ള ഏകീഭാവം എന്ന അദ്വൈത സിദ്ധാന്തത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. അതായത് വിശദ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ലയിച്ചു ചേരുക, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നല്ല അർത്ഥം. ഇവിടെ നമ്മളുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഭഗവാനുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനും സേവനത്തിനു വേണ്ടിയിട്ട് ശ്രീകൃഷ്ണധാമത്തിൽ പ്രവേശിക്കുക എന്നാണ്. ഇവിടെ നമ്മളുടെ വ്യക്തിത്വം പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ സേവനം ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഭക്തിയുടെ സേവനത്തിനുള്ള ഒരു പരിശീലനം. നമ്മള് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ നമ്മളുടെ ആത്മാവിന് സാധിച്ചാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ട്രെയിനിങ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സ്വരൂപത്തില് നമ്മളുടെ സ്വരൂപ അവസ്ഥ എന്താണ്? നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ സേവനം ചെയ്ത് നമ്മളുടെ യഥാർത്ഥ സ്ഥിതിയുടെ തലത്തിൽ എത്തിക്കഴിഞ്ഞാല് ആ യഥാർത്ഥ, അതായത് നിത്യദാസൻ എന്നുള്ള സ്വരൂപ സിദ്ധിയോടെ നമുക്ക് ഭഗവാന്റെ ധാമത്തിൽ പ്രവേശിച്ച് ഭഗവാന് പ്രത്യക്ഷമായിട്ട് സേവനം ചെയ്ത് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലാതെ ഭഗവാന് ലയിച്ചു ചേരുകയല്ല. ഇപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദര് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. പച്ചക്കിളി പച്ചമരത്തിൽ ഇരുന്ന് കഴിഞ്ഞാല് ആ മരത്തില് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നതല്ല. ഇപ്പൊ ഓന്ത നിറം മാറുന്നുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്, പക്ഷെ ആ ഓന്ത ആ ചുറ്റുപാടിൽ ലയിച്ചു ചേരുന്നുണ്ടോ? ഇല്ല. അതുപോലെ സമുദ്രത്തില് ധാരാളം പുഴകളിലെ വെള്ളം അവിടെ വന്നു ചേരുന്നുണ്ട്, ഇല്ലേ? ആ പുഴകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ നമ്മൾ ഭഗവാനിൽ ലയിച്ചു ചേരുകയല്ല ചെയ്യുന്നത്. അപ്പം വ്യക്തിശൂന്യവാദികൾക്ക് ഈ നില ആനന്ദകരമായിരിക്കാം. പക്ഷെ സമുദ്രത്തിൽ ഒരു ജലജീവിയെ പോലെ തന്റെ വ്യക്തിഭാവം പുലർത്തുകയാണ് വ്യക്തിവാദി ചെയ്യുക. സമുദ്രത്തിനടിയിലും എണ്ണമിട്ട ജീവികളെ നമുക്ക് കാണാം. പക്ഷെ ആ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ കരഭാഗത്തെ കുറിച്ച് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, ആ ജലത്തിന്റെ അടിയിലുള്ള ജീവിവർഗങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. അതായത് ഭഗവാനെ അറിയണമെങ്കിൽ നമ്മൾ ആ ബ്രഹ്മൻ റിയലൈസേഷൻ, പരമാത്മാ റിയലൈസേഷൻ, എന്നിട്ട് വേണം നമ്മൾ ഭഗവാനിലേക്ക് വരാൻ. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പോലെ വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ബ്രഹ്മൻ എന്താണെന്നറിയണം, പരമാത്മാവ് ആരാണെന്നറിയണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വിശുദ്ധ ഭക്തി സേവനത്തിലൂടെ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെയും വിഭൂതികളെയും പറ്റി ഭക്തനെ ശരിയായിട്ടുള്ള അറിവ് നേടാൻ കഴിയും. അതായത് ഭക്തിയാ ത്വനന്യാ ശക്തിയ, എപ്പോഴും ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തി മാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്തെങ്കിൽ മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പം എങ്ങനെയാണ് ഭക്തിയുടെ സേവനം തുടങ്ങുന്നത്? നമ്മൾ മറ്റൊരാളിൽ നിന്ന്, ശുദ്ധ ഭക്തനിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേട്ടിട്ടാണ്. ശ്രവണമാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ച് കേട്ടാണ് നമുക്ക് ഭഗവാനിലെ താല്പര്യം ഉണ്ടാവുന്നത്. അങ്ങനെ ഭക്തന്മാരുമായിട്ട് സംഘത്തിൽ ഏർപ്പെട്ട് നമ്മൾ ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്യാൻ നമ്മൾ ആരംഭിക്കും. പരമപുരുഷ ചരിത്ര ശ്രവണത്താൽ ബ്രഹ്മഭൂതാവസ്ഥ വളരുന്നതോടെ അങ്ങനെ നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പാപങ്ങളെല്ലാം, കൽമഷങ്ങളെല്ലാം തീർന്ന് നമ്മളുടെ ഉള്ളിൽ ശുദ്ധമാവുക ചെയ്യുക.
ഭൗതികമായിട്ടുള്ള എല്ലാ ആസക്തിയും, കാമക്രോധ ലോഭമോഹങ്ങളെല്ലാം അതോടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളില് സേവനത്തിനുള്ള താല്പര്യം നമ്മളുടെ ഉള്ളില് വളർന്നു വരും. നാമരുചി നമ്മളുടെ ഉള്ളില് വളർന്നു വരും. ഒരു നിമിഷം പോലും നമുക്ക് സേവനം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തലത്തിൽ നമ്മൾ എത്തിച്ചേരും. ഈ നിലയിൽ പൂർണ്ണമായ ഭഗവത് ജ്ഞാനം കൈവരും. ഇതാണ് ശ്രീമദ് ഭാഗവതവും പ്രഖ്യാപിക്കുന്നത്. അതാണ് രൂപ ഗോസ്വാമി പറയുന്നത്. അഥ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യമിന്ദ്രിയൻ സേവോന്മുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്ഫൂർത്തേഹ എന്ന് പറയുന്നത്. പക്ഷെ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ആ തലത്തിലെത്തുക. നമ്മൾ എത്രയോ നാള് സേവനം ചെയ്തതും ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി മാത്രം നമ്മൾ സേവനം ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഭക്തി പ്രക്രിയ ആധ്യാത്മിക സേവനം മുക്തിക്ക് ശേഷവും തുടരുന്നുണ്ട്. ആ പ്രാണായ തത്രാപി ഹി ദൃഷ്ടം എന്ന് വേദാന്ത സൂത്രം പറയുന്നുണ്ട്. മുക്തിക്ക് ശേഷവും ഭക്തിപൂർവമായിട്ടുള്ള സേവനം തുടരുന്നു. ജീവാത്മാവിനെ വ്യക്തിത്വത്തിൽ അഥവാ സ്വരൂപാവസ്ഥയിൽ പ്രതിഷ്ഠിക്കലാണ് ഭക്തിമാർഗേനയുള്ള മുക്തി എന്ന് ശ്രീമദ് ഭാഗവതം നിർവചിക്കുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിന്റെ തലത്തില് ആ സ്വരൂപസ്ഥിതി കൈവരിക്കുക. അതാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന്, നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ് എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിൽ നിന്ന് പോയി. ഈ മായയിൽ പെട്ടിട്ട് നമ്മളിവിടെ ഇതാണ് ആനന്ദം എന്ന് കരുതി നമ്മളിവിടെ പല മാർഗത്തിലൂടെയും ആനന്ദം അനുഭവിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നിത്യ ആനന്ദം പറയുന്നത് ഭഗവാന്റെ സേവനത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന ആനന്ദമാണ്. അത് അനുഭവിച്ചു തുടങ്ങിയാൽ നമുക്ക് നമ്മളുടെ സ്വരൂപസ്ഥിതിയില് ആ സ്വരൂപസ്ഥിതിയെ പ്രാപിക്കാൻ സാധിക്കും. നമ്മളുടെ നിത്യഭവനമായിട്ടുള്ള ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ യഥാർത്ഥ ധർമ്മം എന്താണ്? ഭഗവാന്റെ സേവനം. അതാണ് നമ്മളുടെയൊക്കെ ധർമ്മം. അത് നമുക്ക് മുക്തി കിട്ടിയാലും മുക്തിക്ക് ശേഷവും ഈ ധർമ്മം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ യഥാർത്ഥ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക ജീവിതത്തെ കുറിച്ചുള്ള മിഥ്യാസങ്കല്പങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുക, ഭൗതികതയിൽ നിന്ന് പുറത്തു കിടക്കുക. അതാണ് യഥാർത്ഥ മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ജ്ഞാനവും വേണം. ഭഗവാൻ ആരാണ് എന്താണ് എന്നുള്ള അറിവ് നമുക്ക് വേണം. പക്ഷെ കൂടുതലും എന്താണ് വേണ്ടുന്നത്? ഭക്തി. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ പറ്റുള്ളൂ? ഭക്തി കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഭക്തിയിലൂടെ മാത്രമേ ജ്ഞാനികളും മറ്റുള്ളവരും ഒക്കെ ഭഗവാന്റെ ഐശ്വര്യങ്ങളുടെയും അതുപോലെ ഭഗവാൻ സർവ്വവ്യാപിയായിട്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാന് സാധിക്കുകയുള്ളൂ. അപ്പൊ ജ്ഞാനികളായാലും കർമ്മികളായാലും ഒക്കെ ഏത് മാർഗത്തിൽ വരുന്ന ഭക്തി മാർഗത്തിൽ വന്നിട്ട് ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് സാധിക്കുകയുള്ളൂ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മനുഷ്യാണ സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധേ. ആയിരക്കണക്കിന് ആൾക്കാരെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരിക്കാം. പക്ഷെ അവരില് എന്നെ കുറിച്ച് പരിപൂർണമായിട്ടുള്ള അറിവ് നേടിയവര്, ആ തലത്തിൽ എത്തിയവര് വളരെ കുറച്ചു പേരേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിൽ പറയുന്നുണ്ട്, കോടി മുക്ത ഭക്തിയെ ദുർലഭ ഏക കൃഷ്ണ ഭക്ത. കോടിക്കണക്കിന് മുക്താത്മാക്കൾ ഉണ്ടാവാം, പക്ഷെ അവരിലെ ഒരു കൃഷ്ണഭക്തനെ കണ്ടുകിട്ടുക വളരെ ദുർലഭമാണ് എന്ന്. അപ്പൊ ഇവിടെ ഭഗവാനെ അറിയുകയും സാക്ഷാത്കരിക്കുകയും ചെയ്ത ആൾ ഒരിക്കലും ഭഗവാനെ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കില്ല. പകരം എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ ലീലകളില് ഭഗവാനോടൊപ്പം പങ്കെടുത്ത ആ ആനന്ദം നമ്മളും അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെയുള്ള മുക്താത്മാക്കൾക്ക് ഉണ്ടാവുക. പക്ഷെ അവ്യക്തിവാദികൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭഗവാനുമായിട്ട് ലയിച്ചു ചേരുക. അത് 5 തരത്തിലുള്ള മുക്തിയാണ് അവര് ആഗ്രഹിക്കുന്നത്. അപ്പം ഭഗവാന്റെ തത്വം നമ്മൾ അറിയണം. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജന. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാനെ ദിവ്യമായിട്ടുള്ള ജന്മത്തെയും ദിവ്യമായ കർമ്മത്തെയും മനസ്സിലാക്കിയവർക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല എന്ന്. പക്ഷേ ഭഗവത് തത്വം മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരല്പമെങ്കിലും നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാന് സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഗുരുവിന്റെ കൃപയും വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഭഗവാനെ
ഒരു ഇത്തിരിയെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഭഗവാനെ കുറിച്ച് ഒരല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തി ഒരിക്കലും ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ നിന്ന് പുറകോട്ട് പോവില്ല. അപ്പം ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയാൽ അവിടെ കൊണ്ട് നിർത്താൻ പാടില്ല. പിന്നെയും ഭഗവാനെ കുറിച്ച് ശ്രവിച്ച് പരമാത്മ സാക്ഷാത്കാരത്തിൽ എത്തണം. അവിടെ നിന്ന് വീണ്ടും ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്തിയെങ്കിലേ അത് അവസാനിക്കുകയുള്ളൂ. അപ്പം ഇത്രയും ഇപ്പം നമ്മൾ 3-4 ശ്ലോകങ്ങളില് ജ്ഞാനയോഗത്തിൽ കൂടി എങ്ങനെ നമുക്ക് ശുദ്ധരാവാം എന്നാണ് ഇവിടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത്. ഇനിയും 56 മുതൽ 67 വരെയുള്ള ശ്ലോകങ്ങൾ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ പലയിടത്തും ഈ ശ്ലോകങ്ങളുടെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഈ അധ്യായം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ 17 അധ്യായങ്ങളുടെയും ചുരുക്കമാണ് ഈ 18ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. ഇവിടെ ഭക്തിയുടെ മഹത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഏതുതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായിട്ടുള്ള എന്റെ ധാമം പ്രാപിക്കും. അപ്പൊ ഇവിടെ 2 വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മദ്വ്യപാശ്രയ, മത്പ്രസാദാത്. മദ്വ്യപാശ്രയ എന്ന് പറഞ്ഞാല് എന്നെ പരിപൂർണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ, അതായത് ഭഗവാനിൽ പരിപൂർണമായിട്ട് നമ്മൾ സമർപ്പിതരായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മത്പ്രസാദാത് എന്ന് പറഞ്ഞാല് എന്റെ കൃപയോടെ, ഭഗവാന്റെ കൃപയോടെ എന്നാണ് അർത്ഥം. അപ്പം നമ്മള് ജീവാത്മാക്കള്, നമ്മൾ ബദ്ധാത്മാക്കളാണ്. നമ്മൾ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് ആ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനിൽ പരിപൂർണമായിട്ട് ഡിപ്പെൻഡഡ് ആവണം. നമ്മൾ പരിപൂർണമായിട്ട് ഭഗവാനെ ആശ്രയിക്കുകയും ഭഗവാനെ കീഴടങ്ങുകയും ചെയ്തു കഴിഞ്ഞാല് ഭഗവാന്റെ കൃപ കൊണ്ട് ആ പരമപദം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. മദ്വ്യപാശ്രയ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള സംരക്ഷണത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഭൗതിക കൽമഷങ്ങൾ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം ആ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധ ഭക്തന്റെ ആ സമ്പർക്കം നമുക്ക് കിട്ടും. ആധ്യാത്മിക ഗുരുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ഭക്തിമാർഗത്തില് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നു. അതായത് സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുചിത്. എപ്പോഴും ഭഗവത് സ്മരണം നിലനിർത്താനും നമുക്ക് സാധിക്കുന്നു. ദിവസത്തിൽ 24 മണിക്കൂറും 100% ഭഗവത് നിർദ്ദേശപ്രകാരമുള്ള കർമ്മങ്ങളിലാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഏർപ്പെടുക. അങ്ങനെ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഭക്തനോട് ഭഗവാൻ അളവറ്റ കരുണയുണ്ട്. എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ഒടുവിൽ അയാൾ അതീന്ദ്രിയ പദത്തിൽ കൃഷ്ണ ലോകത്തിൽ എത്തിച്ചേരും. അയാൾക്ക് അവിടെ പ്രവേശനം സുനിശ്ചിതമാണ്, അതിന് സംശയമില്ല തന്നെ. ആ പരമപദത്തിൽ മാറ്റങ്ങളില്ല. എല്ലാം ശാശ്വതവും ജ്ഞാനസമ്പന്നവും അവ്യയവുമാണ്. അതായത് ആ പരമപദത്തിൽ ഭഗവത് പ്രാപ്തി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ സേവനം ചെയ്ത് നമ്മൾ വളരെയധികം മുന്നോട്ട് പോകണം. അപ്പം ജ്ഞാനമാർഗത്തിൽ വന്നു കഴിഞ്ഞാല് ജ്ഞാനയോഗിക്ക് കർമ്മം ഉപേക്ഷിക്കേണ്ടി വരുന്നു. എങ്കിലേ, അതായത് കർമ്മം ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നല്ല അർത്ഥം. കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ ജ്ഞാനം കിട്ടുകയുള്ളൂ. പക്ഷെ ഭഗവാനെ കിട്ടണമെങ്കിലോ ആ ജ്ഞാനവും ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ ആ ജ്ഞാനമാർഗവും വിട്ടിട്ട് ഭക്തിമാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യുന്നെങ്കിൽ മാത്രമേ ഒരു ജ്ഞാനിക്ക് പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കൽമഷങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കാതെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ അഴുക്കുകളെല്ലാം നീങ്ങി നമ്മൾ ശുദ്ധരാവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് ഭക്തിയുടെ സേവനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ 24/7 നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സേവനം, അത് ഭഗവാനെ സ്മരിക്കുന്നത് സേവനമാണ്, തിരുനാമം ജപിക്കുന്നത് സേവനമാണ്, ഭഗവത്ഗീത ഭാഗവതം ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതും സേവനമാണ്, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക അതും സേവനമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ 24 മണിക്കൂറും നമ്മളുടെ അവബോധത്തില് ഭഗവാന്റെ സ്മരണ നിലനിർത്താന് നമ്മൾ പരിശ്രമിക്കണം.
അപ്പം നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്തി മിശ്ര കർമ്മം. ഭക്തിക്കാണ് പ്രാധാന്യം, ഇവിടെ കർമ്മം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ജ്ഞാനികള് ജ്ഞാനമിശ്ര കർമ്മമാണ് ചെയ്യുന്നത്. അവർക്ക് ഭക്തിയില്ല. അവര് ഭക്തി വരണമെങ്കിൽ അവര് പ്രത്യേകമായിട്ട് ഭക്തി മാർഗത്തിൽ വരണം. അവര് ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് അവര് ചെയ്യുന്നത്. അപ്പം ഇവിടെ കർമ്മമിശ്ര ഭക്തി എന്ന് പറയുമ്പോൾ കർമ്മം കൂടുതല് ഭക്തി കുറച്ച്, ജ്ഞാനമിശ്ര ഭക്തി എന്ന് പറയുമ്പോൾ ജ്ഞാനം കൂടുതല് ഭക്തി കുറച്ച്. അതേസമയം ഭക്തിയുടെ സേവനം എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ട് നമ്മൾ ഭക്തി മാർഗത്തില് ആ പരിപൂർണതയുടെ തലത്തിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് കിട്ടുന്നതെല്ലാം തന്നെ നമ്മൾ ഭഗവാന്റെ സേവനത്തിനായിട്ട് വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ നമുക്ക് സാധിക്കും? ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്കുള്ളതൊക്കെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നു. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? മദ്വ്യപാശ്രയ, ഭഗവാനെ നമ്മൾ പരിപൂർണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം, ആശ്രയിക്കണം. ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മള് ഒരു കാരണവശാലും നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഈ മാർഗം വിട്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. പുറകോട്ട് പോയാൽ നമ്മൾ പിന്നെയും പെട്ടു, നമ്മൾ പിന്നെ അധപതിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നാലും അതൊക്കെ അവഗണിച്ചിട്ട് നമ്മൾ ഭക്തി സേവന പാതയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാമെന്നാണ് ഇവിടെ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഇനി അടുത്ത ശ്ലോകം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരാഹ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്താ സതതം ഭവാം. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, എല്ലാ കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ, എന്നിട്ട് എന്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ എന്നെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ബോധവും ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഭഗവാനെ മുൻനിർത്തി ചെയ്യുക എന്നാണ് അർത്ഥം. ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഭഗവാനാണ് പരിപൂർണൻ, പരമസത്യം ഭഗവാനാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭഗവാനെ പരിപൂർണമായിട്ടും ശരണാഗതി അടയണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് ആ ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോയി പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മള് കൃഷ്ണാവബോധത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യണം. അതായത് കൃഷ്ണ കർമ്മം ചെയ്യണം, ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മളാണ് നിയന്താവ്. എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള അധികാരം നമുക്കാണ്. എല്ലാത്തിനെയും നമ്മൾ നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ എന്നുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളില് ഇല്ല. അപ്പം നമ്മൾ സേവകനാണ്, യജമാനാണ് ഭഗവാൻ എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളില് ഇല്ല. അപ്പം നമ്മള് യജമാനെ പോലെയാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്നതും പെരുമാറുന്നതും. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളാരും പരിപൂർണമായിട്ട് സ്വതന്ത്രരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാശ്രിതന് വ്യക്തി സ്വാതന്ത്ര്യമില്ല. നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി എടുക്കുമ്പം ആ ആള് പറയുന്നത് അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അല്ലാണ്ട് നമ്മളുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പൊ യജമാന്റെ ആജ്ഞ അനുസരിച്ചിട്ട് അയാൾ പ്രവർത്തിക്കാവൂ. അങ്ങനെ പരമ യജമാന് വേണ്ടി കർമ്മം ചെയ്യുന്ന ഒരാശ്രിതനെ ലാഭനഷ്ടങ്ങൾ ബാധിക്കുകയില്ല. യജമാനന്റെ ആജ്ഞപ്രകാരം അയാൾ തന്റെ കടമ വിശ്വസ്തയോടെ നിർവഹിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഒരു സംശയം വരാൻ, അപ്പൊ അർജുനൻ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുക ആണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഭഗവാൻ അരികിലില്ലാത്ത നിലയിൽ ഞാൻ എന്ത് ചെയ്യും? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഉപദേശിച്ചിട്ടുള്ളതനുസരിച്ചായാലും കൃഷ്ണന്റെ പ്രാതിനിധ്യമുള്ള മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായാലും ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഒന്നു തന്നെയായിരിക്കും. അതായത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചായാലും ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്ന് തന്നെയാണ്. കാരണം ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധിയാണ്. അപ്പം ഭഗവാൻ പറയുന്നത് തന്നെയാണ് ഗുരുവിൽ കൂടി ഗുരു തരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഭഗവാന്റെ നിർദ്ദേശം തന്നെയാണ്. അതായിട്ട് നമ്മൾ കണക്കാക്കണം. അത് തന്നെയാണ് ഗുരു നമുക്ക് നൽകുന്ന നിർദ്ദേശം. അപ്പം മത്പര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം നമ്മളുടെ എല്ലാ പ്രവൃത്തികളും. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഭഗവാന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ളതാണ് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ. അപ്പം ശാസ്ത്രങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക എന്നതാണ്.
അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. സദാസമയം നമ്മൾ ഭഗവാനെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരുന്നാല് നമ്മൾ ഭഗവാന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിട്ട് മാറും. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുക? നമ്മൾ ഈ ഒരു സേവനത്തിന് വേണ്ടി ഭഗവാൻ നമ്മളെ ഈ ഭൗതിക ലോകത്തില് നിയോഗിച്ചതാണ് എന്നുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളില് ഉണ്ടാകും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ഉള്ളില് ഭഗവത് സ്മരണം നിലനിർത്താന് നമുക്ക് സാധിക്കും. ഇതാണ് ശരിയായിട്ടുള്ള കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആ ഫലം ഭഗവാന് സമർപ്പിച്ചാല് അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അത്തരം കർമ്മങ്ങളെ കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന സേവനങ്ങളായിട്ട് ഒരിക്കലും കണക്കാക്കാനും സാധിക്കില്ല. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ വേണം നമ്മൾ പ്രവൃത്തി ചെയ്യാൻ. കൃഷ്ണന്റെ ആ നിർദ്ദേശം ശിഷ്യ പരമ്പരയിൽപ്പെട്ട വിശ്വാസിയനായ ഒരു ആചാര്യനിലൂടെയാണ് എത്തുക. അതിനാൽ ആധ്യാത്മിക ആചാര്യന്റെ കൽപ്പന അനുസരിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. അപ്പം ദാസരായ നമ്മളുടെ കർത്തവ്യം എന്താണ്? നമ്മളുടെ യജമാനനായ ഭഗവാനെ അനുസരിക്കുക. ആ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃഷ്ണാവബോധത്തിന്റെ പരിപൂർണതയുടെ തലത്തിൽ നമുക്ക് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അനന്യാസ് ചിന്തയന്തോമ ഏജന പര്യുപാസത തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, ഇവിടെ എന്താണ് പറയുന്നത്? എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കൂ എന്നാണ് പറയുന്നത്. എന്നെ പരമലക്ഷ്യമായിട്ട് കണക്കാക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മള് ഭഗവാന്റെ നിത്യസേവകരാണ്. അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ എല്ലാത്തിനെയും നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് നമ്മളുടെ ലക്ഷ്യം നമ്മൾ മറക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക്, അല്ലെങ്കിൽ നമ്മളുടെ സ്വരൂപം എന്താണ് എന്ന നഷ്ടപ്പെട്ട സ്വരൂപത്തെ വീണ്ടെടുക്കാന് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ, എന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കൂ എന്ന് പറയുന്നത്. നാരദഭക്തി സൂത്രത്തില്, നാരദഭക്തി സൂത്രം എന്ന് പറഞ്ഞാല് ഭക്തിയെ കുറിച്ചും ആ സേവനത്തെ കുറിച്ച് മാത്രമാണ് ഇതിൽ പറയുന്നത്. ധാരാളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതില് ഒരു സൂത്രം നമുക്കെടുക്കാം. സാധു അസ്മിൻ പരമ പ്രേമരൂപ. അതായത് ഈശ്വരനോടുള്ള ഏറ്റവും ഉത്കൃഷ്ടവും പരിശുദ്ധവുമായ പ്രേമമാണ് ഭക്തിയുടെ സേവനത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അതായത് ആത്മസാക്ഷാത്കാരത്തിന്റെ ഉത്കൃഷ്ട തലത്തിൽ എത്തിയതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തി ഭഗവാനുള്ള ഭക്തിയുടെ സേവനം ആരംഭിക്കുന്നത്. അതാണ് പറഞ്ഞത്, നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ്? ആ ഭക്തിയുടെ സേവനം പരിശീലിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. യഥാർത്ഥ സേവനം തുടങ്ങുന്നത് എപ്പോഴാണ്? പരിപൂർണതയുടെ തലത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് യഥാർത്ഥ സേവനം തുടങ്ങുന്നത്. ഭക്തിയുടെ സേവനത്തിന്റെ പൂർണ്ണമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര പ്രേമമാണ്. ഈശ്വര പ്രേമത്തിൽ പരമപുരുഷനും ഭക്തനും ഭക്തിയുടെ സേവന പ്രക്രിയകളും ഉൾക്കൊള്ളുന്നുണ്ട്. ആത്മസാക്ഷാത്കാരം അഥവാ ബ്രഹ്മഭൂത അവസ്ഥ എന്ന് പറയുന്നത് ഭക്തിയുടെ സേവനത്തിന്റെ തുടക്കം മാത്രമേ ആകുന്നുള്ളൂ. അല്ലാണ്ടത് ആ ബ്രഹ്മഭൂതാവസ്ഥയിലെത്തിയാൽ എല്ലാമായി എന്നല്ല അർത്ഥം. അത് ഭക്തിയുടെ സേവനത്തിലേക്കുള്ള പ്രവേശന കവാടം മാത്രമേ ആകുന്നുള്ളൂ. ഒരു വ്യക്തി താൻ ഈ ശരീരമല്ല എന്നും ഈ ഭൗതിക ലോകം തന്നെ യഥാർത്ഥ സ്ഥലമല്ല എന്നും മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭൗതിക ബന്ധനത്തിൽ നിന്നും നമ്മൾ മുക്തരാവുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ആത്മീയ തലത്തിൽ എത്തിച്ചേരണമെന്ന്. ശരീരബോധം വിട്ട് ആത്മീയ തലത്തിൽ എത്തിച്ചേരണമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. പൂർണ്ണത കൈവരുന്നതവൻ ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിൽ ശരിയായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ്. ആ പ്രവർത്തനങ്ങൾ താൻ പരമപുരുഷന്റെ ശാശ്വത സേവകനാണെന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കണം. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. ദാസാനുദാസ. എത്രയും താഴേക്ക് നമ്മളെ ദാസ്യ പ്രവൃത്തിയിൽ താഴേക്ക് പോകാമോ അത്രയും ശ്രേഷ്ഠതയാണ്. അത്രയും കൂടുതൽ സേവനം ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നു. അല്ലാതെ നമ്മള് മുകളിൽ ഭഗവാന്റെ അടുത്തിരിക്കണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്. ഏറ്റവും താഴത്തെ തലത്തിൽപ്പെട്ട ദാസരാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേവനത്തിനുള്ള അവസരങ്ങൾ ധാരാളം കിട്ടും. ആ ഒരു ബോധം, നമ്മൾ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള ഒരു ഉത്തമ ബോധം നമ്മളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന്റെ തലത്തിൽ എത്തിയത് കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ നമ്മൾ പരബ്രഹ്മമാണ്, നാരായണനാണ് എന്ന് നമ്മൾ സ്വയം അഹങ്കരിക്കുകയാണെങ്കിൽ, നമ്മൾ ആ ബ്രഹ്മജ്യോതിർസിൽ ലയിച്ചു ചേരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക്
ആ ജീവിതത്തിന്റെ പരിപൂർണത എന്താണ് എന്ന് ബോധ്യമായിട്ടില്ല എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെയും ഉണ്ട്, പക്ഷെ അതൊക്കെ വിട്ടിട്ട് നമുക്കിവിടെ പറയുന്നുണ്ട്, ഭാഗവതത്തിലെ 3 തലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഞാൻ ശ്ലോകം പറഞ്ഞത്, വദന്തി തത്വവിദ തത്വം. 3 തലത്തിൽ സ്ഥിതി ചെയ്യുന്ന അതീന്ദ്രിയ വ്യക്തികൾ ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. പരമസത്യത്തിന്റെ അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവര് ധ്യാനയോഗത്താൽ പരമപുരുഷന്റെ ഭാഗിക വിസ്തരണമായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നവർ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭക്തിപൂർവ്വം ഭഗവാനെ സേവിക്കുന്നവർ. അതാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്നുള്ളതിന്റെ അർത്ഥം. അതായത് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. പിന്നെ പരമാത്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാല് ധ്യാനയോഗം, അഷ്ടാംഗയോഗത്തിൽ കൂടി പരിപൂർണതയുടെ സമാധി തലത്തിലെത്തി പരമാത്മ സാക്ഷാത്കാരം സിദ്ധിച്ചവര്. അവരൊക്കെ എന്തിലേക്ക് വരണം? ഭഗവാനെ മനസ്സിലാക്കി ഭക്തിമാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യണം എന്നാണ് ഈ സൂത്രത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പം ഒരാള് താൻ ജഡവസ്തുവല്ല ആത്മാവാണ് എന്ന തിരിച്ചറിവോടുകൂടി പരമപുരുഷനെ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നത് അതീന്ദ്രിയ തലത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള സാക്ഷാത്കാരമാണ് എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. പരമാത്മാവിനെ സാക്ഷാത്കരിച്ചവര് അതിനുപരിയായി സ്ഥിതി ചെയ്യുന്നു. എന്നാൽ പരമപുരുഷനുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ഭക്തര് അതീന്ദ്രിയ അവസ്ഥയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ സൂത്രത്തില്, ഇതിന്റെ ആശയത്തിലെ ശ്രീല പ്രഭുപാദര് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ ഭഗവാനും സേവനത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ മത്പര എന്ന് പറഞ്ഞാല് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മിക ഗുരുവിൽ കൂടി കിട്ടുന്ന നിർദ്ദേശമാണെന്ന് കണക്കാക്കി ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ഏറ്റവും മഹത്താണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് കണക്കാക്കി ഗുരുവിന്റെ നിർദ്ദേശത്തെ നമ്മൾ അനുസരിക്കണം. അപ്പൊ ആധ്യാത്മിക ആചാര്യന്റെ കൽപ്പന അനുസരിക്കേണ്ടത് ജീവിതത്തിലെ മുഖ്യമായ ഒരു കടമയാണ്. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിനെ ലഭിക്കുകയും ഗുരുവിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുകയും ചെയ്താൽ കൃഷ്ണാവബോധമുള്ള ജീവിതത്തിന്റെ പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇനി 58ാമത്തെ ശ്ലോകം. മശ്ചിത്ത സർവ ദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അധ ചേതുമഹങ്കാരാൻ ന ശ്രോഷ്യസി വിനക്ഷ്യസി. അതായത് എന്നെ കുറിച്ച് ബോധവാനായിരുന്നാൽ നിനക്ക് എന്റെ പ്രസാദം കൊണ്ട് തന്നെ ബദ്ധജീവിതത്തിന്റെ സകല ക്ലേശങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ഇവിടെ പ്രസാദം എന്ന് വെച്ചാല് കൃപ എന്നാണ് അർത്ഥം. ആ ബോധത്തോടെ പ്രവർത്തിക്കാതെ മിഥ്യ അഹങ്കാരം കൊണ്ട് എന്റെ അഭിമതം അനുസരിക്കാതെ പോയാലാകട്ടെ നാശമാണ് ഫലം. ഇത് അർജുനനോട് മാത്രമല്ല ഭഗവാൻ നമ്മളോടും കൂടിയാണ് പറയുന്നത്. ഭഗവാന്റെ കൃപ കിട്ടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് ഭഗവാന്റെയും ഗുരുവിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. ഇത് രണ്ടും അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മൾ അധപ്പതിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഭഗവാനെ അനുസരിച്ചാൽ എന്ത് കിട്ടും, ഭഗവാനെ അനുസരിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പം നമ്മള് കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റു കാര്യങ്ങളെ കുറിച്ച്, അതായത് ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടാറില്ല, ഇല്ലേ? കാരണം എന്താണ്? ഭഗവാൻ പറയുന്നുണ്ട് അനന്യാസ് ചിന്തയെന്തോന്ന്, അതായത് യാതൊരു ചിന്തകളും കൂടാതെ അനന്യഭക്തിയോടെ എന്നെ ആശ്രയിക്കുന്നവരുടെ കാര്യങ്ങൾ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളുമെന്ന് ഭഗവാൻ ഉറപ്പ് തരുന്നുണ്ട്. അപ്പം കൃഷ്ണാവബോധത്തിൽ വന്ന് വെറുതെ ഇരുന്നാൽ പറ്റില്ല. ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുകയുള്ളൂ. അപ്പം ഭഗവാനെ സ്മരിക്കണം നമ്മൾ എപ്പോഴും സ്മരണ, ഭഗവത് സ്മരണ നമ്മളുടെ ഉള്ളിൽ നിലനിർത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് ശ്രവിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭക്തന് തീർച്ചയായിട്ടും ഈ ഭവസാഗരം മറികടക്കാന് സാധിക്കുന്നു. അതായത് ഭഗവാന് നമ്മളുടെ മിത്രമാണ്. ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരാനുള്ള കഴിവ് ഭഗവാനുണ്ട്. ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പം ഭഗവാന് നമ്മളുടെ സുഹൃത്ത് മാത്രമല്ല, നമ്മളുടെ വെൽവിഷറുമാണ്.
ഇല്ലേ? നമ്മളുടെ അഭ്യുദയകാംക്ഷയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിഷ്കാമ ഭാവത്തോടെ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മൾ ചെയ്യണം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാനെ അനുസരിക്കാതെ നമ്മൾ നമ്മളുടെ തോന്നിയപടി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അധപതിക്കും. ഭക്തിമാർഗത്തിൽ നിന്ന് അപ്പം തികഞ്ഞ കൃഷ്ണാവബോധമുള്ള ഒരാൾ തന്റെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനെ പറ്റി വലിയ ഉത്കണ്ഠ കാട്ടാറില്ല. അപ്പൊ ഈ കൂസലില്ലായ്മ, കൂസലില്ലായ്മ എന്ന് പറഞ്ഞാൽ ധിക്കാരം എന്നല്ല അർത്ഥം, നിർഭയത്വം. നമുക്ക് ഭയമില്ല. കൃഷ്ണാവബോധത്തിൽ വന്ന് നാമം ജപിക്കുകയും സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ നമ്മൾ ഭയരഹിത കിട്ടുന്ന ആ ധൈര്യം നമ്മളുടെ സേവനത്തിൽ കൂടിയും നാമജപത്തിൽ കൂടിയുമാണ് നമുക്ക് ആ ധൈര്യം കിട്ടുന്നത്. അതായത് നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങൾ നീങ്ങും തോറും നമ്മളുടെ ഉള്ളിൽ ആ ധൈര്യം കടന്നു വരും. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളുടെ സുഹൃത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളുടെ മിഥ്യാഹങ്കാരത്തിന് വശംവദരാകരുത്. അർജുനൻ ഇപ്പൊ ഇവിടെ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അർജുനന്റെ ഉള്ളിൽ നിന്ന് മിഥ്യാഹങ്കാരം വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ്. അതായത് എനിക്ക് എന്റെ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരെ, എന്റെ മിത്രങ്ങളെയൊക്കെ വധിക്കണമല്ലോ എന്നുള്ള ചിന്ത, അതാണ് മിഥ്യാഹങ്കാരം എന്ന് പറയുന്നത്. അപ്പം താന് പ്രകൃതി നിയമങ്ങൾക്ക് അതീതനാണെന്നോ തനിക്ക് കർമ്മ സ്വാതന്ത്ര്യമുണ്ടെന്നോ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആരും പരിപൂർണമായിട്ട് സ്വതന്ത്രരല്ല. നമുക്ക് ഭാഗികമായിട്ടുള്ള സ്വാതന്ത്ര്യമേ ഭൗതിക ലോകത്തിലെ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളൂ. പക്ഷേ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നമ്മൾ സ്വതന്ത്രനാവും. ഭൗതിക ക്ലേശങ്ങളിൽ നിന്ന് അതീതരാവാൻ നമുക്ക് സാധിക്കുന്നു. അതേസമയം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാത്തവര് ഭൗതികതയുടെ ചുഴിക്കുത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ഭവസാഗരത്തിൽപ്പെട്ട് ജനന മരണ ആകുന്ന ചക്രത്തിൽപ്പെട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സംസാര സമുദ്രത്തിൽ ജനന മരണങ്ങളിൽപ്പെട്ട് വലയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൃഷ്ണബോധത്തിൽ വന്നാലോ നമുക്ക് പ്രവൃത്തി സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിലോ നമ്മൾ മായയുടെ കൺട്രോളിലാവും. ഭഗവാന്റെ നിയന്ത്രണത്തിലാകുന്നത് പകരം നമ്മളെ നിയന്ത്രിക്കുന്നത് മായയാണ്. നമുക്ക് ത്രിഗുണങ്ങൾ കടിമകളായിട്ട് നമുക്ക് ഈ ഭൗതിക ലോകത്തില് പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും 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 ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്തും ഹൃദയസ്ഥനായ കൃഷ്ണന്റെ പ്രേരണ അനുസരിച്ചും. ഇവിടെ ഹൃദയസ്ഥനായ കൃഷ്ണന്റെ പ്രേരണ എന്ന് പറഞ്ഞാല് എന്താണ്? ശാസ്ത്രങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. നമ്മൾ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും നമ്മളുടെ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭവസാഗരം മറികടക്കാന് നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല എന്നിവിടെ പറയുന്നുണ്ട്. യദഹങ്കാരമാശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. അതായത് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിർദ്ദേശം അനുസരിക്കുന്നില്ല എങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുക? ഇതാണ് പറയുന്നത്. നമ്മൾ ഈ ശ്ലോകത്തിൽ നമ്മളിപ്പോ മനസ്സിലാക്കി ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഭവസാഗരം മറികടക്കാൻ ഭഗവത് കൃപ കൊണ്ട് നമുക്ക് സാധിക്കും. ഇല്ലെങ്കിലോ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പെട്ടുപോകും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അർച്ചന, നീ ഞാൻ എന്റെ നിർദ്ദേശത്തെ മാനിച്ച് നീ യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ നീ വഴിപഴിച്ചു പോകും. വഴിപഴിച്ചു പോകുമെന്ന് വെച്ചാൽ അർജുനൻ അധാർമികനാകുന്നല്ല അർത്ഥം. ഈ ഭൗതിക ലോകത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും ഉഴറേണ്ടി വരും. അതായത് ക്ഷത്രിയനാണ് അർജുനൻ, ഇല്ലേ? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ ആ ക്ഷത്രിയന്റെ ധർമ്മം വിട്ടിട്ട് ഒരു ബ്രാഹ്മണന്റെ ധർമ്മം നിർവഹിക്കാൻ ശ്രമിക്കുക എന്നാണ് അർത്ഥമാക്കേണ്ടത്. അത് നമ്മൾ മുമ്പേ പഠിച്ചു. നമ്മളുടെ സ്വധർമ്മം ചെയ്യണം. അത് തെറ്റോട് കൂടിയാണെങ്കിൽ നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ മറ്റുള്ളവന്റെ കർമ്മം നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യാനല്ല പരിശ്രമിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൻ സുനിഷ്ഠിത. ആ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്നത് അതാണ്. നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? അധർമ്മത്തിനെതിരെ പോരാടുക. കൗരവര് അധർമ്മികളാണ്, ഇല്ലേ? അപ്പൊ അവരെ വധിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. നീ ആ ധർമ്മം നിർവഹിക്കൂ. നീ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വമാണ്. നീ ബ്രാഹ്മണന്റെ ധർമ്മം നിർവഹിക്കല്ല. ബ്രാഹ്മണര് അവര് ഹിംസ ചെയ്യില്ല. അഹിംസയാണ് അവരുടെ പോളിസി.
അതുകൊണ്ട് പക്ഷെ ബ്രാഹ്മണർക്കും ഹിംസ ചെയ്യേണ്ടി വരും. അപ്പോൾ അവര് യജ്ഞത്തിൽ ഏർപ്പെടുമ്പോൾ മൃഗബലി ഉണ്ടെങ്കിൽ അവിടെ ആ ജന്തുവിനെ അവർക്ക് വധിക്കേണ്ടി വരും. പക്ഷെ അവര് യജ്ഞത്തില് ഒരു ജന്തുവിനെ ഹിംസിക്കുന്നത് വേദപ്രകാരമുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോ മൃഗത്തിന് അവിടെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ദോഷം വരുന്നില്ല. പക്ഷെ അർജുനന് യുദ്ധരംഗത്ത് ഒളിച്ചോടി കഴിഞ്ഞാലോ, അർജുനനെ ഭീരുവാണെന്ന് അതും നമ്മൾ മനസ്സിലാക്കി മുന്നധ്യായങ്ങളില്. വരും തലമുറ നിന്നെ പഴിക്കും അർജുന, നീ ദുർബലനാണ്, ഭീരുവാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ പരിഹസിക്കും. അതുകൊണ്ട് നീ നിന്റെ യഥാർത്ഥ ധർമ്മമായ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ് വീണ്ടും 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 ഈ അവസാന അധ്യായത്തിൽ ഉപദേശം കൊടുക്കുന്നതാണ്. നീ നിന്റെ നിയത കർമ്മമായിട്ടുള്ള ആ ക്ഷത്രിയ ധർമ്മം നീ നിർവഹിക്കുക, അല്ലാതെ ഭീരുവിനെ പോലെ നീ ഒളിച്ചോടരുത് എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.